കർഷകരുടെ ദില്ലി ചലോ മാർച്ചിൽ വൻ സംഘർഷമാണ്. ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. 5 കർഷകർക്ക് പരിക്കേറ്റിരിക്കുന്നു. ദില്ലിയിലേക്ക് 101 കർഷകർ കാൽനടയായി ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പിരിഞ്ഞുപോകാൻ കർഷകർ തയ്യാറായിട്ടില്ല. ആദിൽ പാലോട് തത്സമയ വിവരങ്ങളുമായി. അതിലിപ്പോൾ വലിയ സംഘർഷമാണോ അവിടെ നടക്കുന്നത്? ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പരിക്കേറ്റ കർഷകരുടെ നില എങ്ങനെയാണ്? 5 കർഷകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 101 കർഷകരാണ് കാൽനടയായി ദില്ലിയിലേക്ക് ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് നടത്തുന്നത്. നേരത്തെ തന്നെ പലതരം ആവശ്യമുന്നയിച്ച് കഴിഞ്ഞയാഴ്ച 2 ദിവസം സമാനമായി കാൽനട ജാഥകൾ നടത്തിയെങ്കിലും പോലീസ് തടയുകയും പിന്നീട് കർഷകർക്ക് പരിക്കേൽക്കുകയും ടിയർ ഗ്യാസ്, കണ്ണീർ വാതകവും ഒപ്പം ജലപീരങ്കിയും പ്രയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമായി ഇന്നും ശംഭു അതിർത്തിയിൽ ഹരിയാന പഞ്ചാബ് അതിർത്തി മേഖലയായ ശംഭുവിൽ നിന്നാണ് 101 കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തിയത്. 12 മണിയോടെ മാർച്ച് തുടങ്ങി. മാർച്ച് തുടങ്ങിയപ്പോൾ തന്നെ മുന്നോട്ട് പോകാനാകില്ല എന്നതായിരുന്നു പോലീസിന്റെ നിലപാട്. ഹരിയാന പോലീസ് ആദ്യം മുതൽ തന്നെ ഇവരെ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അവരുമായി സമവായത്തിന് ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും കർഷകർ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് മുന്നോട്ട് പോകുന്ന വഴി തന്നെ ബാരിക്കേഡുകൾ കടന്നുൾപ്പെടെ മുന്നോട്ട് പോകുമ്പോഴാണ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസും കർഷകരും തമ്മിൽ വാക്കേറ്റവും നേരിയ സംഘർഷവും ഉന്തും തള്ളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതായിരുന്നു ശംഭുവിൽ നിന്നുള്ള കാഴ്ച. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് ശംഭുവിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.